വെൽക്കം ബാക്ക്. പുതിയ അക്കാഡമിക് ഇയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു പരീക്ഷയെ കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. പരീക്ഷയെ കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ശരിക്ക് നമ്മൾ ഇത്രയും കാലം പഠിച്ചത്, ഇപ്പോൾ സ്കൂൾ തുറന്നിട്ട് 2-3 മാസത്തോളം ആയിരുന്നു. ഈ സമയത്ത് നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചു. ഈ പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവണമല്ലോ. ഇന്ന് പഠിച്ചു, അത് നാളെ മറന്നു പോകുക എന്നുള്ള രൂപം ആവാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ വീട്ടിലുള്ള പല സംഭവങ്ങളും നമുക്ക് പിന്നീട് ഓർമ്മയുണ്ടാകുന്നുണ്ട്. അത് മറക്കുന്നില്ലല്ലോ. അത് നമ്മൾ ചോദിക്കുകയാണ്. ഉദാഹരണത്തിന്, നീ ഉമ്മയുടെ വീട്ടിലേക്ക് എന്നാ ലാസ്റ്റ് പോയത്? അപ്പോൾ നമുക്കത് ഓർമ്മ ഉണ്ടാവും. അവസാനം ഉമ്മാൻ്റെ വീട്ടിൽ പോയത് ഓർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ചോദിക്കും, എപ്പോഴാണ് പോയത് ഓർമ്മ ഉണ്ടോ? അപ്പോൾ പറയും, ഞങ്ങൾ അന്ന് സ്കൂള് വിട്ട് വന്ന് പിന്നെ വൈകുന്നേരം. എങ്ങനെ പോയത്? അപ്പോൾ ഒരാളുടെ വാഹനത്തിലാണ് പോയത്. അങ്ങനെ നമ്മൾ ആ കാര്യങ്ങൾ എങ്ങനെ പറയും. അതായത് അതൊരു ഓർമ്മയാണ്. അപ്പോൾ ചോദിച്ചാൽ നമുക്ക് കിട്ടും, അത് പ്രശ്നമൊന്നുമില്ല. അതുപോലെയാണ് ഏത് കാര്യങ്ങളും. നമ്മൾ ചില കാര്യങ്ങളെല്ലാം നമ്മൾ ഉണ്ടായതും കണ്ടതും അറിഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് ചോദിച്ചാൽ കിട്ടും. പക്ഷെ ചിലർക്ക് ഈ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ ചില സമയത്ത് അത് ചോദിച്ചാൽ കിട്ടില്ല. അതിൻ്റെ ഒരു കാരണം, ഇവർ അതിന് വലിയ പേടിയോടുകൂടെ കാണുകയാണ്. അയ്യോ, ഞങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, എക്സാമിനേഷൻ വരുന്നുണ്ട്, എക്സാമിനേഷൻ പരീക്ഷയാണ്, അത് പ്രശ്നമാണ്, ഓർത്തെടുക്കണം എന്നൊക്കെ പേടിച്ചത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നാണ് പ്രധാന കാര്യം. എക്സാമിന് പേടി വേണോ എന്ന് ചോദിച്ചാൽ എക്സാമിന് പേടി ഉണ്ടാവില്ല. ചിലർക്ക് 2 വിഭാഗത്തിന് പേടി ഉണ്ടാവില്ല. ഒന്നെന്താണെന്ന് വെച്ചാൽ, ഒന്നെല്ലാം പഠിച്ചൊക്കെ റെഡി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്ന അങ്ങനത്തെവർക്ക് പേടി ഉണ്ടാവില്ല. ഒന്ന് ഇത് പ്രശ്നമാക്കാത്തവർക്കും പേടി ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എക്സാമിനേഷന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റണം. അതിന് ഞാൻ ആദ്യം പറഞ്ഞ സംഭവം, എക്സാമിനേഷൻ നല്ല പഠിക്കണം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, പഠിക്കണം. പക്ഷെ പഠിക്കുന്നത് ഒരിക്കലും പേടിയോടുകൂടെ, അയ്യോ ഇനിയിപ്പോൾ കുറേ പഠിക്കാണ്ട് എന്നിട്ട് ഇങ്ങനെ കാണാതെ പഠിക്കാൻ നല്ല റിസ്ക്, അങ്ങനെ പഠിച്ചാൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെടും. നേരെ മറിച്ച് അത് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യണം, പഠിക്കണം. പിന്നെ എന്താണ്, നമുക്ക് നല്ല താല്പര്യത്തോടു കൂടെ പഠിക്കണം എന്നാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം, നമുക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടാവുമോ? പലപ്പോഴും നമ്മൾ ഓപ്പണായിട്ട് ചോദിച്ചു നോക്കൂ, നമുക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ചിലരൊക്കെ പറയും ഓക്കെ. ചിലർക്ക് സത്യം പറഞ്ഞാൽ താല്പര്യം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതെന്താ കാരണം? അത് നമുക്ക് അങ്ങനെ തന്നെയല്ലേ, ചില കാര്യങ്ങളെ താല്പര്യം ഉണ്ടാവുള്ളൂ. പഠിക്കാൻ താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ ഇരിക്കാൻ മടി. അങ്ങനെയാണ്. ഇപ്പോൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ ഈ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ അതൊരു ഇരിക്കാൻ മടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെന്താ ചെയ്യുക? നമ്മൾ ഒരു കാര്യം ആദ്യം ഉറപ്പിക്കണം. ആദ്യം ഉറപ്പിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പഠിക്കാൻ നമുക്ക് താല്പര്യമുണ്ടായിട്ട് പഠിക്കാനിരിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ താല്പര്യം ഉണ്ടാക്കണം. അങ്ങനെയാണ്. താല്പര്യം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിനോട് പറയണം, എനിക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റാണ്, ഐ എം വെരി ഇൻട്രസ്റ്റഡ് ടു സ്റ്റഡി, എനിക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റാണ്. ഇന്ന് രാത്രി ഞാൻ വീട്ടിൽ ചെന്നാൽ 7 മണി മുതൽ 9 മണി വരെ ആദ്യം പഠിക്കും, പിന്നെ ശേഷം പഠിക്കും. അങ്ങനെ ഒരു വാശി നമ്മുടെ മനസ്സിനോട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടത്. അതോടുകൂടെ തന്നെ പിന്നെ എന്താ വേണ്ടത്? ഈ വാശി ഉണ്ടാക്കാൻ നമ്മുടെ പാരൻസിൻ്റെ ഒരു വലിയ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ, ഈ സ്റ്റുഡൻസിന് അതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ പറ്റണം. അവരെ പേടിപ്പിക്കേണ്ട. നേരെ വെച്ച് അവരോട് നമ്മളിങ്ങനെ പറഞ്ഞ് അവരുടെ ഇൻട്രസ്റ്റ് പോകുന്ന സമയത്ത് വീണ്ടും അങ്ങോട്ടേക്ക് ഇരുത്തി അവർക്കൊരു വാശി കൊടുക്കുക. ഇത് എത്ര സമയം കൊണ്ട് പഠിക്കും? ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എക്സാമിനേഷൻ വരുമ്പോൾ ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ പേടിക്കേണ്ട. ഇത് നല്ല സന്തോഷത്തോടു കൂടെ, പിന്നെ കുറച്ച് ഒരു അരമണിക്കൂറൊക്കെ പഠിച്ചിരുന്നാൽ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി വെള്ളമൊക്കെ കുടിച്ച് വീണ്ടും വന്നിരിക്കുക. അപ്പം ഇൻട്രസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് പഠിച്ച് നല്ല മാർക്ക് വാങ്ങും.